റെയിൽ യാത്രക്കാർക്കൊരു സന്തോഷ വാർത്ത. 2026 ഏപ്രിൽ 28-ന് 2 പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുന്നു. ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കുമിടയിലുള്ള യാത്ര മുമ്പത്തേക്കാളും വേഗത്തിലും എളുപ്പത്തിലും താങ്ങാനാവുന്നതിലും ഈ ട്രെയിനുകൾ സഹായിക്കും. ദീർഘദൂര യാത്രക്കാർക്കും തീർത്ഥാടകർക്കും ഈ ട്രെയിനുകൾ വളരെയധികം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റലായാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ആദ്യ ട്രെയിൻ വാരണസി, ഹട്ട്പസർ എന്നിവിടങ്ങളിലായിരിക്കും ഓടുക. പ്രയാഗ്രാജ്, ഝാൻസി, ഇറ്റാർസി, ഭൂസാവൽ തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളിൽ നിർത്തും. ഈ റൂട്ടിലെ ആകെ യാത്രാ സമയം ഏകദേശം 28 മുതൽ 30 മണിക്കൂർ വരെയാണ്. രണ്ടാമത്തെ ട്രെയിൻ അയോധ്യയ്ക്കും മുംബൈക്കുമിടയിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര വഴി സഞ്ചരിക്കും. ഈ ട്രെയിൻ വടക്കേ ഇന്ത്യയ്ക്കും സാമ്പത്തിക തലസ്ഥാനമായ മുംബൈക്കുമിടയിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. അമൃത് ഭാരത് ട്രെയിനുകൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്നവയാണ്. അവ പുഷ്പുൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ഇത് ട്രെയിനിന്റെ വേഗതയും പ്രകടനവും മെച്ചപ്പെടുത്തും. യാത്രക്കാർക്ക് താങ്ങാനാവുന്ന യാത്രാ ഓപ്ഷനുകൾ നൽകുന്നതിന് കൂടുതൽ സ്ലീപ്പർ, ജനറൽ കമ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെയുള്ള നോൺ AC കോച്ചുകൾ ഈ ട്രെയിനുകളിൽ ഉണ്ടായിരിക്കും. സുഖപ്രദമായ ഇരിപ്പിടങ്ങളും അവശ്യ സൗകര്യങ്ങളും അവ വാഗ്ദാനം ചെയ്യും. ഈ ട്രെയിനുകൾ പ്രത്യേകിച്ചും തീർത്ഥാടകർക്കും ദീർഘദൂര യാത്രക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. അയോധ്യ, വാരണസി, മുംബൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നത് മതപരവും ബിസിനസ് യാത്രകർക്കും സൗകര്യപ്രദമായിരിക്കും. പുതിയ ട്രെയിനുകൾ ആരംഭിക്കുന്നത് യാത്രക്കാർക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റി നൽകും. ഇടയ്ക്കിടെ ട്രെയിനുകൾ മാറേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കും. ഇത് സമയം ലാഭിക്കുക മാത്രമല്ല, യാത്ര കൂടുതൽ താങ്ങാവുന്നതാക്കി മാറ്റുകയും ചെയ്യും. രാജ്യത്തെ റെയിൽ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ശ്രമമായാണ് ഈ സർക്കാർ നീക്കം കണക്കാക്കപ്പെടുന്നത്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മെച്ചപ്പെട്ട കണക്ടിവിറ്റി, വ്യാപാരം, ടൂറിസം, പൊതുജന സഞ്ചാരം എന്നിവയെ ഉത്തേജിപ്പിക്കും. ഇതുകൂടാതെ 5 ട്രെയിനുകൾ കൂടി പണിപ്പുരയിലാണ്. ഇത് കേരളത്തിനും പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിനിടെ വന്ദേ ഭാരത് ട്രെയിൻ ജമ്മുവിനെയും കശ്മീർ താഴ്വരയും നേരിട്ട് ബന്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇതിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. ഏപ്രിൽ 30-ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇരുമേഖലകളെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. നിലവിൽ ശ്രീനഗറിനും ഖത്രയ്ക്കുമിടയിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് പ്രവർത്തിക്കുന്നത്. ഇത് 2025 ജൂൺ മാസത്തിൽ നിലവിൽ വന്ന സർവീസാണ്. ഈ സർവീസ് ജമ്മുവിലേക്ക് നീട്ടുകയാണ് ചെയ്യുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച് 10 മാസത്തിലേറെ പിന്നിട്ട ശേഷമാണ് ഈ വികസനം. എല്ലാ കാലാവസ്ഥയിലും ഈ ട്രെയിൻ കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ ശ്രീനഗർ ജമ്മു ദേശീയപാത നിരവധി ദിവസത്തേക്ക് അടച്ചിട്ടിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച ദേശീയപാതയിൽ തടസ്സം സൃഷ്ടിച്ചിട്ടും വന്ദേ ഭാരത് പ്രവർത്തനം തുടർന്നു. ഇത് പൊതുവെ ഈ സർവീസിനോട് ജനങ്ങളിൽ മതിപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ജമ്മു താവി റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണം പൂർത്തിയാകാറായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജമ്മുവിലേക്കുള്ള സർവീസുകൾ നീട്ടാൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂടാതെ ഇന്ത്യയിലെ അതിവേഗ റെയിൽ ഗതാഗതങ്ങളെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം ഇരട്ടിക്കുന്നുവെന്നും പുതിയ കണക്കുകൾ പറയുന്നു. കുറച്ചു വർഷങ്ങളായി ഗണ്യമായി ഇത് ഉയരുകയാണ്. 2025-2026 സാമ്പത്തിക വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നതോടെയാണ് ഈ വളർച്ചയുടെ വ്യാപ്തി വ്യക്തമായത്. പ്രത്യേകിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ അതിശയകരമായി ഉയർന്നിരിക്കുകയാണ്. 2025-26 കാലയളവിൽ മാത്രം ഏകദേശം 3.98 കോടി യാത്രക്കാരാണ് വന്ദേ ഭാരത് റൂട്ടുകളിൽ യാത്ര ചെയ്തത്. മുൻ വർഷമായ 2024-25 ഇത് 2.97 കോടിയായിരുന്നു. ഈ കണക്കുകൾ പ്രകാരം ഏകദേശം 34% വളർച്ചയാണ് ഒരു വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് രാജ്യത്തുടനീളം പുതിയ വന്ദേ ഭാരത് സർവീസുകൾ ആരംഭിച്ചതാണ്. വിവിധ സംസ്ഥാനങ്ങളെ തമ്മിൽ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന പുതിയ റൂട്ടുകൾ അവതരിപ്പിച്ചതോടെ യാത്രക്കാരുടെ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് ബിസിനസ് യാത്രകൾ, ഔദ്യോഗിക യാത്രകൾ, ടൂറിസം എന്നിവയ്ക്കായി വേഗവും സൗകര്യവും മുൻഗണന നൽകുന്നവർ വന്ദേ ഭാരത് തിരഞ്ഞെടുക്കുന്ന പ്രവണത വർദ്ധിച്ചു. വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 1 ലക്ഷം ട്രിപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സർവീസുകൾ വഴി 9.1 കോടിയിലധികം യാത്രക്കാരെയാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചത്. രാജ്യത്തെ റെയിൽ ഗതാഗത മേഖലകളിലെ ഒരു വലിയ പരിണാമമായി തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ ഈ നേട്ടങ്ങളെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.